അങ്ങനെ പൂരത്തിന് പുറമെ ശക്തന്റെ തട്ടകം ഇതാ പുലിക്കളിയുടെ വേദിയായി മാറിയിരിക്കുന്നു. അല്പസമയത്തിനകം മിനിറ്റുകൾക്കുള്ളിൽ പുലിക്കളി ഔദ്യോഗികമായി തന്നെ തുടങ്ങും. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. 9 ദേശങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ വിനിഷയുണ്ട് സ്വരാജ് ഗ്രൗണ്ടിൽ, ഞങ്ങളുടെ പ്രതിനിധി. വിനിഷ, 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇത്തവണ ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അവിടെ എത്തുന്നത്. അപ്പോൾ UK-യും ഫ്രാൻസും അടക്കം അതടക്കം ഈ പൂരത്തിൻ്റെ വിശേഷങ്ങൾ കടൽ കടന്ന് പോകുന്നത് കൂടിയാണ്. അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളും പ്രത്യേകതകളും ഇത്തവണയുണ്ട്. എങ്ങനെയാണ് സ്വരാജ് ഗ്രൗണ്ട്? സ്വരാജ് ഗ്രൗണ്ട് ഇതോടൊപ്പം തന്നെ നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞു. അജിൻഷാദ്, തൃശ്ശൂർ പൂരത്തിന്റെ മറ്റൊരു പതിപ്പാണ് തൃശ്ശൂരുകാർക്ക് പുലികളി എന്ന് പറയുന്നത്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് എത്രത്തോളം ആളുകൾ കൂടുമോ അത്രത്തോളം ആളുകൾ തന്നെ ഈ പുലികളിക്കും കൂടും. പ്രത്യേകിച്ച് ഓണാവധിയാണ്. 4ാം ഓണത്തിന് പുലികൾ മടവിട്ടിറങ്ങുമ്പോൾ എല്ലാവരും തന്നെ ഈ ഓണാവധിക്ക് തൃശ്ശൂരുകാരെല്ലാം തന്നെ പുലികളി കൂടിയിട്ടേ തിരിച്ച് പോകേണ്ടിടത്തേക്കൊക്കെ പോകാറുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും പുലികളിക്ക് കാണാനുള്ള ആളുകൾ കൊണ്ട് സമ്പന്നമാണ് പുലികളി എന്ന് പറയുന്നത്. ഓരോ തവണയും പുലികളിയുടെ ആ മാറ്റ് കൂടുന്നതിനനുസരിച്ച്, ആ ഭംഗി കൂടുന്നതിനനുസരിച്ച്, ആ മനോഹാരിത കൂടുന്നതിനനുസരിച്ച് അത് കാണാനുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. സ്വരാജ് ഗ്രൗണ്ടിലെ തിക്കിനെയും തിരക്കിനെയും കുറിച്ച് അതാണ് പറയാനുള്ളത്. ഇന്നത്തെ സ്റ്റാർ എന്ന് പറയുന്നത് പുലികൾ തന്നെയാണ്. പൂരത്തിന് നമ്മൾ ആനയെ കുറിച്ച് പറയുമ്പോൾ പുലികളിക്ക് വന്ന പുലികളെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് എത്രത്തോളം അനുചിതമാകുമെന്ന് ആലോചിച്ചു പോവുകയാണ്. കാരണം അത്രയേറെ തീർച്ചയായും വിനിഷ, ഞങ്ങൾ തിരിച്ചെത്താം.